ദാ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ വന്ന കമൻറ്റാ കേട്ടോ. സ്ലീവ് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ദേ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ലെങ്ത്ത് 11 ഇഞ്ച് ദാ ഇതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസുള്ള ആളുടെ മെഷർമെൻ്റ് ആട്ടോ ഞാൻ ഈ പറയുന്നത്. ലെങ്ത്ത് 11 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോലെ തന്നെ വിഡ്ത്തും 11 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് കൂട്ടി വരയ്ക്കണേ. ഇനി ആ 11 ഇഞ്ചിൽ നിന്ന് ദാ 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണേ. അത് കഴിഞ്ഞ് താഴെയുള്ള ലെങ്ത്ത് കൊടുക്കുന്ന ഒരു 6 ഇഞ്ച് കേട്ടോ. ഇനി അതും ഇതുപോലെ ഒന്ന് കൂട്ടി വരയ്ക്കണം. അതിനുശേഷം മുകളിൽ കാണുന്ന ആ 11 ഇഞ്ചിൽ നിന്ന് താഴത്തെ 4 ഇഞ്ചിലേക്ക് ഇതാ ഇതുപോലെ കർവ് പോലെ വരച്ചെടുക്കണേ. ഇനിയാണ് പഫിന് മെഷർമെൻറ്റ് എടുക്കാൻ പോകുന്നത്. അതിന് ദേ ഇതുപോലെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തണേ. ഇനി അതിൻ്റെ വിഡ്ത്തായിട്ട് അടയാളപ്പെടുത്തുന്നതും 2.5 ഇഞ്ച് തന്നെ കേട്ടോ. ഇനി ആ 2.5 ഇഞ്ചിൽ നിന്ന് ആ താഴത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണേ. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ദാ ഈ കാണുന്ന പോലെ ആ മൂലയിൽ നിന്ന് ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തണേ. അതിനുശേഷം അവിടെയും അതിൻ്റെ മേലെയും ദാ ഇതുപോലെ ഓരോ കട്ടിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ കട്ടിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഒന്ന് അടിച്ചെടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണേ. ഇനി ദാ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഇവിടം വരേക്ക് നമ്മൾ ഞൊറിച്ചിലിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഞൊറിച്ചിലിടുന്നത് അങ്ങോട്ടാട്ടോ. പലരും പല രീതിക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന പോലെ വേണം ഞൊറിച്ചിലിടാൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനും ഇത് ഓരോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടാട്ടോ പഠിച്ചത്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണേ. ഇതിൻ്റെ നടുവിലെ ഞൊറിച്ചിൽ മാത്രം ഇങ്ങോട്ടും അങ്ങോട്ടുമായിട്ട് മടക്കണം. ഇതാ ഈ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇതാ ഈ പോർഷനൊക്കെ മെല്ലെ സാവധാനം ചെയ്താൽ മതിയേ. ഇനി നമ്മൾ ഈ ഭാഗത്തെ ഞൊറിച്ചിൽ ഇങ്ങോട്ട് മടക്കണേ. അപ്പോൾ അത് ഏകദേശം പരിപാടി തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഒരു കൈ കുഴിച്ച് വെട്ടുന്ന കാര്യം. അപ്പോൾ അതുകൂടെ ഇതേ ലാസ്റ്റ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഇതാ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ.